വെൽക്കം. റഹ്മാനാണ്. സെഡേറ്റീവ്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോ ബെൻസോഡയസിപ്പിൻസിനെ കുറിച്ചിട്ടാണ്. ബെൻസോഡയസിപ്പിൻ വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ബാർബിറ്റുറേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സോ ഗ്രൂപ്പിലെ പ്രധാന മരുന്ന് ഫേമസ് വൺ നമ്മൾ പറയുക ഡയാസിപാം എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ഫേമസ് വൺ. ആൻഡ് വിവിധ തരം ഉപയോഗങ്ങളുള്ള വ്യത്യസ്ത തരം മരുന്നുകൾ ഉള്ള ഒരു വലിയ ഗ്രൂപ്പാണ് ഈ ബെൻസോഡയസിപ്പിൻസ് എന്ന് പറയും. സോ ഞാനിവിടെ ബെൻസോഡയസിപ്പിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബാർബിറ്റുറേറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് കൊണ്ട് നമ്മളിവിടെ ബെൻസോഡയസിപ്പിൻസിനെ പറ്റി പറയുമ്പോൾ we will compare benzodiazepines with barbiturates. അപ്പോൾ കമ്പാരിസൺ വീഡിയോ കൂടി ആണ് നമ്മൾ ഇത് ചെയ്യുക. ബെൻസോഡയസിപ്പിൻസ് മരുന്നുകളുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചർ കാണാം. ഒരു സാധാരണ റിംഗ്, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു 7 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി കാണാം. സോ 2 റിംഗ് ഉള്ള ഹെട്രോസൈക്ലിക് റിംഗ് സ്ട്രക്ചർ ആണ്. ദെൻ ഇവിടെ ചിലപ്പോൾ ഒരു റിംഗ് കൂടി കണ്ടേക്കാം. അഡീഷണൽ ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ ആണ്. സോ സ്ട്രക്ചറിൽ അപ്പോൾ ഇത് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ആൻഡ് ഏറ്റവും അധികം ഉള്ളത് 1,4 ബെൻസോഡയസിപ്പിൻസ് ആണ്. 1, 2, 3 ഇവിടെയാണ് 4ാമത്തെ നൈട്രജൻ ഉള്ളത്. സോ 1,4 ബെൻസോഡയസിപ്പിൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഇനി ക്ലാസിഫൈ ചെയ്യുന്ന സാധാരണ രീതിയിൽ ക്ലാസ് എ ബെൻസോഡയസിപ്പിൻസ് എന്നും ക്ലാസ് ബി, ഇതാണ് കെമിക്കലി ഇതിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ക്ലാസ് ബിയുടെ പ്രത്യേകത ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വീണ്ടും ഒരു നൈട്രജൻ, ചിലപ്പോൾ ഇവിടെ ഒരു നൈട്രജൻ, ഇങ്ങനെ ഒരു സൈക്ലിക് റിംഗ് കൂടി ഉണ്ടായേക്കാം എന്നുള്ളതാണ് ക്ലാസ് ബി. ഉദാഹരണം അൽപ്രാസോളാം. അൽപ്രാസോളാം എന്ന മരുന്നിന് ഇങ്ങനെയാണ്. മിഡാസോളാമിന് ഏകദേശം ഇങ്ങനെയാണ്. ദെൻ ട്രയാസോളാം ഇങ്ങനെയാണ്. ദെൻ പിന്നെ ഉള്ളത് എറ്റിയാസോളാം പോലെയുള്ള മരുന്നുകൾ ക്ലാസ് ബി റിംഗ് സ്ട്രക്ചർ. പിന്നെ 1,5 ബെൻസോഡയസിപ്പിൻസ് ഉണ്ട്. എന്നാലും നമ്മൾക്ക് അത്യാവശ്യമില്ല, നമ്മളപ്പോൾ മരുന്നുകളുടെ ഉപയോഗം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇനി ബെൻസോഡയസിപ്പിൻസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞാൽ ബാർബിറ്റുറേറ്റ്സ് പോലെ തന്നെ ഗാബ റിസപ്റ്റർ എ ആണ്. ഗാബ എ ക്ലോറൈഡ് ചാനൽ റിസപ്റ്റർ എന്നാണ് നമ്മൾ ഇതിനെപ്പോഴും പറയാ. റിസപ്റ്ററിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുക. പക്ഷേ ബാർബിറ്റുറേറ്റ്സ് ഒട്ടിച്ചേരുന്ന സ്ഥലത്തല്ല ബെൻസോഡയസിപ്പിൻസ് റിസപ്റ്ററിൽ ഒട്ടിച്ചേരുന്നു. അതൊരു വ്യത്യാസമാണ്. സോ ദേ ബൈൻഡ് ടു ആൻ ഡിഫറെന്റ് സൈഡ്. നമ്മളതിനെ അല്ലോസ്റ്റെറിക് സൈഡ് എന്നാണ് പറയുക. സോ ഇതൊരു വ്യത്യാസമാണ് ബാർബിറ്റുറേറ്റ്സും ബെൻസോഡയസിപ്പിൻസും. സോ സ്ഥലം മാറുന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തന രീതിയിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ നമുക്ക് ഗാബ റിസപ്റ്റർ ഒന്ന് വരയ്ക്കാം. ഗാബ റിസപ്റ്റർ നമുക്കറിയാം പെൻഡാമറിക് ലിഗൻഗേറ്റഡ് അയോൺ ചാനലാണ്. ഈ നടുവിൽ വരച്ചിരിക്കുന്നതാണ് ഇതിന്റെ ക്ലോറൈഡ് അയോൺ ചാനൽ. സോ ഗാബ എ റിസപ്റ്റർ ആണ്. ഇത് ക്ലോറൈഡ് ചാനലാണ്. ഇതിലൂടെയാണ് ക്ലോറൈഡ് പോവുക. ചുറ്റും 5 പ്രോട്ടീൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 1, 2, 3, 4, 5 പ്രോട്ടീൻ, 5 വിവിധ തരം പ്രോട്ടീൻ. 2 ആൽഫ 1 പ്രോട്ടീൻ ഉണ്ട്. നമുക്കപ്പോൾ ഇത് ആൽഫ 1 ആക്കാം, ഇതും ആൽഫ 1 ആക്കാം. അതിന്റെ 2 തൊട്ടടുത്ത് ബീറ്റ 2 ഉണ്ട്. അപ്പോൾ ഇത് ബീറ്റ 2 ആണ്, ഇതും ബീറ്റ 2 ആണ്. ദെൻ പിന്നെ ഉള്ളത് ഗാമ 2 ആണ്. ഗാമ, അപ്പോൾ ഇത് ഗാമ 2. സോ ഇതാണ് ഇതിന്റെ 5 പ്രോട്ടീൻസ് ഉള്ളത്. സോ ഈ റിസപ്റ്ററിൽ സാധാരണ ഒട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗാബയാണ് ഇതിൽ വന്ന് സാധാരണ ഒട്ടിച്ചേരുക. ഈ ഗാബ ഒട്ടിച്ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽഫ 1നും ബീറ്റ 2നും ഇടയിൽ, ഇത് ആൽഫ 1 ബീറ്റ, ഇവിടെയാണ് ഗാബ ഒട്ടിച്ചേരുക. ഇവിടെയുണ്ട് ആൽഫ 1നും ബീറ്റ 2ഉം. സോ ഇവിടെയും ഗാബ വന്ന് ഒട്ടിച്ചേരും. 2 സ്ഥലങ്ങളിലാണ് ഗാബ വന്ന് സാധാരണ ഒട്ടിച്ചേരും. നമ്മുടെ മരുന്നുകൾ ബെൻസോഡയസിപ്പിൻസ് മരുന്നുകൾ വന്ന് ഒട്ടിച്ചേരുന്നത് ഇവിടെയല്ല, ആൽഫ 1നും ഗാമ 2നും ഇടയിലുള്ള ഇവിടെയാണ്. സോ ഇതാണ് ഗാമ 2, ഇത് ആൽഫ 1. സോ ഇവിടെയാണ് നമ്മുടെ മരുന്നുകൾ ബെൻസോഡയസിപ്പിൻസ് വിഭാഗം മരുന്നുകൾ വന്ന് ഒട്ടിച്ചേരുന്നത്. ഗാബ ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ല. മരുന്നുകൾ ഇവിടെ വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ഗാബയ്ക്ക് ഇവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് കുറെ എളുപ്പമാകും അല്ലെ. ഇവിടെ വന്ന് നമ്മുടെ മരുന്ന് ഒട്ടിച്ചേരുമ്പോൾ കുറേ കൂടി എന്താ പറയാ, ഒരു കൺഫർമേഷണൽ സ്റ്റേറ്റ് വ്യത്യാസം വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഗാബയ്ക്ക് ഇവിടെ എളുപ്പത്തിൽ വന്ന് ഒട്ടിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഗാബ എന്ന് വെച്ചാൽ ഗാബ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. ശരീരത്തിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ ഇത് ഗാബ വന്ന് കൂടുതൽ ഒട്ടിച്ചേരുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗാബ ഫെസിലിറ്റേറ്ററി. സോ ബെൻസോഡയസിപ്പിൻസ് ആർ ഗാബ ഫെസിലിറ്റേറ്ററി എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇതിലൂടെ ക്ലോറൈഡ് കടന്നു പോകുന്ന ചാനലിന്റെ തുറക്കൽ ഫ്രീക്വൻസി, ഓപ്പണിംഗ് ഫ്രീക്വൻസി ആണ് വ്യത്യാസം, വർദ്ധിപ്പിക്കും. ഓപ്പണിംഗ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ കൂടുതൽ നേരം തുറന്നിരിക്കുകയല്ല, ഫ്രീക്വൻസി ആണ് വർദ്ധിപ്പിക്കുക. തുറന്നിരിക്കുന്ന ഫ്രീക്വൻസി വർദ്ധിപ്പിക്കും. സോ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ അയോൺ ഓപ്പണിംഗ് ഈസ് ഇൻക്രീസ്. സോ ക്ലോറൈഡ് അകത്തേക്ക് കയറുന്നു, ന്യൂറോണിന്റെ അകത്തേക്ക് കയറുന്നു. ന്യൂറോണിന്റെ ഇത് പുറമാണ്, ഇത് അകമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ക്ലോറൈഡ് ആണ്. ഇതിനകത്ത് നെഗറ്റിവിറ്റി കൂടും. സെല്ലിനകത്ത് നെഗറ്റിവിറ്റി കൂടുമ്പോൾ നമ്മൾ അതിനെ ഹൈപ്പർ പോളറൈസേഷൻ എന്നാണ് വിളിക്കുക. ഹൈപ്പർ പോളറൈസ്ഡ് ആകും. സെൽ വിൽ ബിക്കം ഡിപ്രസ്ഡ്. സെല്ല് ഡിപ്രസ്ഡ് ആകും. സോ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയ ഗാബയുടെ ആക്ഷൻസ് വർദ്ധിപ്പിക്കുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന തരം മരുന്നാണ് ബെൻസോഡയസിപ്പിൻ. ഇപ്പോൾ ബാർബിറ്റുറേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗാബ ഫെസിലിറ്റേറ്ററി അല്ല, ഓപ്പണിംഗ് ഫ്രീക്വൻസി അല്ല വ്യത്യാസം. അവിടെ ഇറ്റ് ഈസ് ഗാബ ലൈക്ക്, ഗാബ മിമെറ്റിക് ആണ്. ഗാബ മിമെറ്റിക് ആണ് ആര്? ബാർബിറ്റുറേറ്റ്സ് വിഭാഗം മരുന്നുകൾ. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പണിംഗ് ആണ് വർദ്ധിപ്പിക്കുക, ഫ്രീക്വൻസി അല്ല, ഡ്യൂറേഷൻ. ദീർഘനേരം തുറന്ന്
തുറന്നിരിക്കും, ഓഫ് ഓപ്പണിംഗ്. ഇതാണ് തമ്മിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. സോ ബെൻസോഡൈസപ്പിൻസ് കൂടുതൽ തവണയാണ് തുറക്കുന്നതെങ്കിൽ ബാർബിച്ചറേറ്റ്സ് കൂടുതൽ നേരമാണ്. ബാർബിച്ചറേറ്റ്സ് ഇവിടെ ആയിരിക്കും പിടിക്കുക, ബെൻസോഡൈസപ്പിൻ അല്ലോസ്റ്റെറിക് ബൈൻഡിങ് സൈറ്റിലായിരിക്കും പിടിക്കുക. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ബെൻസോഡൈസപ്പിൻസ് മരുന്നുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സമയം കളയുന്നില്ല, കാരണം ഉപയോഗങ്ങൾ പറയുമ്പോൾ അവിടെ ഏതെല്ലാമാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ആദ്യം കൈനറ്റിക്സ് വിഭാഗം കാര്യങ്ങളിലേക്ക് വരാം. കൈനറ്റിക്സ് പറഞ്ഞാൽ ബെൻസോഡൈസപ്പിൻസിൽ ഏറ്റവും ദീർഘനേരം പ്രവർത്തിക്കുന്നത് നമുക്ക് ലോങ്ങസ്റ്റ് ആക്ടിംഗ് എന്ന് വിളിക്കാം. ലോങ്ങസ്റ്റ് ആക്ടിംഗ് ഈസ് ഫ്ലൂറാസിപ്പാം. ഫ്ലൂറാസിപ്പാം ആണ് ദീർഘനേരം പ്രവർത്തിക്കുക. അപ്പോൾ ഏറ്റവും കുറവ് നേരം പ്രവർത്തിക്കുന്നത് ഷോർട്ടസ്റ്റ് ആക്ടിംഗ് ഏതാണെന്ന് പറയേണ്ടി വരും. അത് നമുക്ക് മിഡാസോളാം. മിഡാസോളാം വെറും മിനിറ്റുകൾ മാത്രമാണ് വർക്ക് ചെയ്യുക. ആൻഡ് മിഡാസോളാം തന്നെയാണ് ഫാസ്റ്റസ്റ്റ് ആക്ടിംഗും മിഡാസോളാം തന്നെയാണ്. രണ്ടാമത്തത് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഡയാസിപ്പാമിനാണ്. ഡയാസിപ്പാം 99% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഫ്ലൂറാസിപ്പാം ഈസ് ലെസ് ദാൻ 10% മാത്രമാണ് പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. ഇത്രയും ഉള്ളൂ. ആൻഡ് പല മരുന്നും പല റൂട്ടുകളിലൂടെ നമുക്ക് കൊടുക്കാം. ഡയാസിപ്പാം നമുക്ക് സാധാരണ എപ്പോഴും ഓറൽ കൊടുക്കാറുണ്ട്, ദെൻ ഇൻട്രാമസ്കുലാർ നമുക്ക് കൊടുക്കാം, റെക്ടൽ ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കുക. ലോറാസിപ്പാം എന്ന് പറയുന്ന മരുന്ന് നമ്മൾ IV വേഗം എമർജൻസിക്കൊക്കെ കൊടുക്കുന്ന ലോറാസിപ്പാമാണ്. മിഡാസോളാം നമ്മളിവിടെ പറഞ്ഞു, മിഡാസോളാം ഇൻട്രാനേസലി കൊടുക്കാം. ദെൻ ഇൻട്രാതീക്കലി എന്ന് വെച്ചാൽ മെനിഞ്ചസിലൊക്കെ നമുക്ക് കുത്തിവെക്കാനായിട്ട് പറ്റും. ഇനി വേറെ മരുന്ന് ഫ്ലൂ നൈട്രാസിപ്പാം ആണ്. ഫ്ലൂ നൈട്രാസിപ്പാം ഇതിന്റെ ഒരു ഫേമസ് പേര് റോഹിപ്നോൾ എന്നാണ്. റോഹിപ്നോൾ എന്ന് പറയുന്ന മരുന്ന് ഇതിന് ടേസ്റ്റ് ഇല്ല, കളർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ആണ്. വേഗത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന മരുന്ന് കൂടിയാണ്. ദെൻ ഇനി ഇവിടെ മെറ്റബോളിസം നോക്കി കഴിഞ്ഞാൽ പലതും ആക്റ്റീവ് ഡ്രഗ് ആണ്, കൊടുക്കുന്നത് തന്നെ ആക്റ്റീവ് ഡ്രഗ് ആണ്. ബട്ട് ഇറ്റ് ക്യാൻ മെറ്റബോളൈസ്, ലിവറിൽ വെച്ച് ഇത് മെറ്റബോളൈസ് ചെയ്തിട്ട് വീണ്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഫോം തന്നെ ഉണ്ടാകും. ഉദാഹരണം ഡയസിപ്പാം ആക്റ്റീവ് ആണ്, അത് ഓക്സാസിപ്പാം ആയിട്ടാണ് മെറ്റബോളൈസ് ചെയ്തിട്ട് ആക്റ്റീവ് ആകുന്നത്. ദെൻ ഓക്സാസിപ്പാം സെക്കൻഡ് ഗ്ലൂക്കറോണിഡേഷൻ വഴി നശിച്ചു പോകും. സോ സെക്കൻഡ് ഫേസ് ഓഫ് മെറ്റബോളിസം. മറ്റു ചില ഡ്രഗിന് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വേണ്ട, ലിവറിൽ വെച്ചിട്ട് ആക്റ്റീവ് ഫോം വീണ്ടും ആക്റ്റീവ് ഫോം ഉണ്ടാകുന്നില്ല, അപ്പോൾ അത് നേരെ ഗ്ലൂക്കറോണായിട്ട് മെറ്റബോളൈസ് ചെയ്ത് പോകും. സോ അങ്ങനെയുള്ള മരുന്നുകൾ ഉദാഹരണം ട്രയാസോളാം എന്ന് പറയുന്ന മരുന്ന്, ടെമാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്, ഓക്സാസിപ്പാം, എസ്റ്റാസോളാം, ലോറാസിപ്പാം, ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഗുണം എന്ന് വെച്ചാൽ ലിവറിന് ഇത്തിരി പണി കുറവായിരിക്കും അല്ലെ, വീണ്ടും മെറ്റബോളൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫേസ് ഓഫ് മെറ്റബോളിസത്തിന്റെ ആവശ്യമില്ല. സോ ഇതിന്റെ കോഡ് ടോട്ടൽ എന്നാണ്, TOTEL. സോ ഈ മരുന്നുകളുടെ ഗുണം എന്ന് വെച്ചാൽ ദേ ആർ ലിവർ സേഫ്. കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് ലിവർ സേഫ് മരുന്നുകളാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ. ഇനി ഡയസിപ്പാം നമുക്കറിയാം വെള്ളത്തിൽ അലിയാത്ത സംഭവമാണ്. അലിയിക്കാൻ അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബെൻസൈൽ ആൽക്കഹോൾ ചേർക്കേണ്ടി വരും. ബെൻസൈൽ ആൽക്കഹോൾ ചേർത്ത് അപ്പോൾ കൊച്ചുകുട്ടികളിൽ നിയോനേറ്റ്സിലൊന്നും നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. നിയോനേറ്റ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ്പിംഗ് സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രശ്നമാണ്. ഇനി ഡ്രഗിന്റെ മെറ്റബോളിസം നമ്മൾ പറയുമ്പോൾ ബാർബിച്ചറേറ്റ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് പറഞ്ഞാൽ ബാർബിച്ചറേറ്റ്സിന്റെ പ്രശ്നം എന്താണ്? ബാർബിച്ചറേറ്റ്സ് ആർ എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ് അല്ലെ, എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിരുന്നു ബാർബിച്ചറേറ്റ്സ്. ഇവയ്ക്ക് അങ്ങനെയുള്ള എൻസൈം ഇൻഡക്ഷൻ പണിയില്ല. നോ ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈം ഇൻഡക്ഷൻ ഫോർ ബെൻസോഡൈസിൻ. സോ ബാർബിച്ചറേറ്റ്സും ഇതുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിന് അപ്പോൾ ഡ്രഗ് ഇന്ററാക്ഷൻസ്, അങ്ങനെയുള്ള ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ അങ്ങനെയുള്ള പ്രശ്നം ഇവയ്ക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഉപയോഗങ്ങളും ഫാർമക്കോളജിക്കൽ ആക്ഷൻസും ഒരുമിച്ച് പറഞ്ഞാൽ, സോ ഫസ്റ്റ് യൂസ് ഈസ് ഇൻ ഇൻസോംനിയ. ഇൻസോംനിയയുടെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത്. സോ ദാറ്റ് ഈസ് ദ യൂസ്, ഇൻസോംനിയ. സോ നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഓൾട്ടർ ചെയ്യുന്നില്ല മരുന്ന്, നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഓൾട്ടർ ചെയ്യുന്നില്ല. സ്ലീപ്പ് സൈക്കിൾ നമ്മൾ പഠിച്ചു, സ്ലീപ്പ് സൈക്കിൾ പാറ്റേൺ ഓൾട്ടർ ചെയ്യുന്നില്ല, അത് ഓൾട്ടറേഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം. ആൻഡ് ഇത് സ്ലീപ്പ് ലേറ്റൻസി എന്ന് വെച്ചാൽ കിടന്നിട്ട് ഉറങ്ങാനെടുക്കുന്ന ആ സമയം അത് അങ്ങോട്ട് സമയം കുറയ്ക്കും. ആൻഡ് രാത്രി നമ്മൾ ഇടക്കിടക്ക് ഉണരുന്നത് അതിന് നമ്മൾ നൊക്ടേണൽ, രാത്രിക്ക് നൊക്ടേണലാണ്. അവേക്കനിങ്സ് അതിന്റെ എണ്ണം കുറയ്ക്കും. സോ ഒരു റിഫ്രഷിംഗ് സ്ലീപ്പാണ്, ഓൾ ടുഗദർ എ റിഫ്രഷിംഗ് സ്ലീപ്പാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട മരുന്നുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ട്രയാസോളാം ഉണ്ട്, എസ്റ്റാസോളാം ഉണ്ട്, ക്വാസിപ്പാം നമുക്ക് കൊടുക്കാം, ടെമാസിപ്പാം നമുക്ക് കൊടുക്കാം, ഡയസിപ്പാം നമുക്ക് കൊടുക്കാം, നൈട്രാസിപ്പാം, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമുക്ക് ഇൻസോംനിയ ട്രീറ്റ്മെന്റിന് നമുക്ക് കൊടുക്കാം. ആൻഡ് ഇവിടെ ഒരു ഗുണം എന്ന് വെച്ചാൽ വേദന ഉള്ളപ്പോഴും ഉറക്കമുണ്ടാക്കും, വേദന പെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ഉറക്കമുണ്ടാക്കും. ബാർബിച്ചറേറ്റ്സ് നമ്മുടെ വേദന ഉള്ളവരിൽ കൊടുക്കാൻ പറ്റൂ? ഇല്ല, അത് വേദന കൂട്ടും. ഓക്കെ, ബാർബിച്ചറേറ്റ്സ് സ്ലീപ്പ് പാറ്റേൺ മാറ്റും എന്ന് നമുക്കറിയാം. ആൻഡ് വേദന ഉള്ളവരിലും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. സോ വേദന വർദ്ധിപ്പിക്കാനും ഇടയുണ്ട്. സോ സ്ലീപ്പ് പാറ്റേൺ വ്യത്യാസം ഉണ്ടാക്കാത്ത മരുന്നാണ് ഇത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം, സെക്കൻഡ് യൂസ് ഈസ് ആസ് എൻ ആങ്സിയോലിറ്റിക് മരുന്നാണിത്. ആങ്സിയോലിറ്റിക് ആക്ഷൻസ് ഉണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് അൽപ്രാസോളാം ആണ് ഇതിന് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആങ്സിയോലിറ്റിക് മരുന്ന്. മറ്റു മരുന്നുകൾ ഡയസിപ്പാം നമുക്ക് ഉപയോഗിക്കാം, ക്ലോറാസിപ്പാം
ക്ലോറാസിപ്പേറ്റ് നമുക്ക് ഉപയോഗിക്കാം, ഓക്സാസിപ്പാം കൊടുക്കാം, ലൊറാസിപ്പാം കൊടുക്കാം, ക്ലോർഡയസിപ്പ് ഓക്സൈഡ് എന്ന് പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. ഈ ക്ലോർഡയസിപ്പ് ഓക്സൈഡ് പല ആന്റി കോളിനർജിക് മരുന്നുകൾക്കൊപ്പം GA പ്രശ്നങ്ങളിലൊക്കെ കൊടുക്കുന്നു, ലിബ്രാക്സോ ലിബ്രിയം അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ്. ആൻഡ് ക്രോണിക് ആങ്സൈറ്റി അസോസിയേറ്റഡ് ഓർ അറ്റാച്ച്ഡ് വിത്ത് ഇൻസോമിനിയ, അതിൽ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അൽപ്രാസോളം എന്ന് പറയുന്ന മരുന്നാണ്, പ്രധാനപ്പെട്ട മരുന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം ആസ് ആൻ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. ആന്റി എപ്പിലെപ്സി ഉപയോഗത്തിൽ ഈ മരുന്നുകളോട് വേഗത്തിൽ ടോളറൻസ് ഉണ്ടാകും. അപ്പോൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പിലെപ്സി ക്രോണിക് ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യത നമുക്ക് കുറവാണ്. പക്ഷേ ഇവ വേഗത്തിൽ പ്രവർത്തിക്കും. മറ്റ് ദോഷഫലങ്ങളും കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഈ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്ന കണ്ടീഷനുകളിലാണ്. ലൊറാസിപ്പാം ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. സോ ഇടയ്ക്ക് ബോധം വരാതെ തുടർച്ചയായിട്ടുണ്ടാകുന്ന എപ്പിലെപ്റ്റിക് സീഷേഴ്സ് ആണല്ലോ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. 5 മിനിറ്റ് to 20 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതാണ്. അപ്പോൾ ലൊറാസിപ്പാം ആണ് നമ്പർ 1 ഡ്രഗ്. ദെൻ നമുക്ക് അതില്ലെങ്കിൽ ഡയാസിപ്പാം നമുക്ക് കൊടുക്കാം. ദെൻ ഈവൻ മിഡാസോളാമും നമുക്ക് കൊടുക്കാം. കുട്ടികളുണ്ടാകുന്ന ഫെബ്രൈൽ സീഷർ അതൊരു എപ്പിലെപ്സി അല്ല. അതിനകത്ത് നമുക്ക് ഡയസിപ്പാം, റെക്ടൽ ഡയസിപ്പാം ആണ് ഡ്രഗ് ഓഫ് ചോയ്സ്. ദെൻ നമുക്ക് മിഡാസോളാം കൊടുക്കാം. മിഡാസോളാം ഇൻട്രാനേസലി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ IM ഇഞ്ചക്ഷനൊക്കെ ആയിട്ട് കൊടുക്കാം. ദെൻ മറ്റു തരം എപ്പിലെപ്സിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ക്ലോണാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്. ക്ലോണാസിപ്പാം, ക്ലോബാസം പോലെയുള്ള മരുന്നുകൾ മറ്റ് എപ്പിലെപ്സിയിലൊക്കെ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ചേക്കാം. പക്ഷേ ടോളറൻസ് വേഗം വരും. ബാർബിറ്റുറേറ്റ്സ് ആണെങ്കിലോ ബാർബിറ്റുറേറ്റ്സിലെ ഫിനോബാർബിറ്റോൺ നമ്മൾ GTCS ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നാണ്. ദെൻ തയോപെൻറ്റോൺ സോഡിയം നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന് മറ്റ് മരുന്നുകളൊന്നും ഫലമില്ലെങ്കിൽ കൊടുക്കാം. ദെൻ നിയോനേറ്റൽ സീഷർ. സോ ബാർബിറ്റുറേറ്റ്സിന്റെ ഉപയോഗം പ്രധാനമായിട്ട് ഇപ്പം നിയോനേറ്റൽ സീഷേഴ്സിലാണ് നമ്മളിത് അധികം ഉപയോഗിക്കുക. ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഇനി നാലാമത്തെ ഉപയോഗം ബെൻസോഡൈസിപ്പിൻസ് ആർ സ്കെലിറ്റൽ മസിൽ റിലാക്സൻസ് ഓർ മസിൽ റിലാക്സന്റ് ആണ് ദിസ് ബെൻസോഡൈസിപ്പിൻ. സെൻട്രലി ആക്ടിംഗ് മസിൽ റിലാക്സന്റ് ആണ് ബെൻസോഡൈസിപ്പിൻ. ഏറ്റവും പ്രധാന മരുന്ന് ഡയസിപ്പാം തന്നെയാണ്. ആൻഡ് സ്കെലിറ്റൽ മസിൽ മാത്രമല്ല കേട്ടോ, ചില ബ്ലഡ് വെസൽസിലുള്ള അതിനെ റിലാക്സ് ചെയ്യും. ഉദാഹരണത്തിന് കൊറോണറി ആർട്ടീരിയൽ ഡയലേറ്റർ കൂടിയാണ് ബെൻസോഡൈസിപ്പിൻസ് മരുന്നുകൾ. പക്ഷേ ബാർബിറ്റുറേറ്റ്സ് നമുക്കറിയാം നോ മസിൽ റിലാക്സന്റ് ആക്ഷൻ. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അടുത്തത് ബെൻസോഡൈസിപ്പിൻ, അഞ്ചാമത്തത് ബെൻസോഡൈസിപ്പിൻസ് ആർ ആന്റി ഡിപ്രസൻസ് ഓൾസോ. ആന്റി ഡിപ്രസന്റ് മരുന്നുകൾ കൂടിയാണ് ബെൻസോഡൈസിപ്പിൻ. സ്ഥിരമായിട്ട് ദീർഘനാൾ നമ്മൾ കൊടുക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം പാനിക് ഡിസോർഡറിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് ബെൻസോഡൈസിപ്പിൻസ് ആണ് നമ്മൾ കൊടുക്കുക. ദെൻ SSRIs ഒക്കെ കൊടുക്കാം. SSRI ആണ് ആന്റി ഡിപ്രസന്റ് ഡ്രഗ് ഓഫ് ചോയ്സ്. പക്ഷേ അത് സമയം പിടിക്കും, ഒരു 4 ആഴ്ചയെങ്കിലും മിനിമം സമയം പിടിക്കും. അപ്പോഴത്തേക്കും നമുക്ക് താൽക്കാലികമായിട്ട് ബെൻസോഡൈസിപ്പിൻസ് നമുക്ക് ഉപയോഗിക്കാം. ബാർബിറ്റുറേറ്റ്സിന് ഈ ആക്ഷൻ ഇല്ല. ദെൻ മാനിയ, അക്യൂട്ട് എപ്പിസോഡ്സ് ഓഫ് മാനിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ ബെൻസോഡൈസിപ്പിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ ബാർബിറ്റുറേറ്റ്സിന് ആന്റി ഡിപ്രസന്റ് ആക്ഷൻ ഇല്ല. ഇനി ബെൻസോഡൈസിപ്പിൻസിന്റെ മറ്റു ഉപയോഗം അനസ്തീഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആങ്സിയോളിറ്റിക് ആൻഡ് സെഡേറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. ഡയസിപ്പാം നമുക്ക് ഉപയോഗിക്കാം, ലോറാസിപ്പാം കൊടുക്കാം, മിഡാസോളം നമുക്ക് കൊടുക്കാം, റെമിമാസിലോം അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബാർബിറ്റുറേറ്റ്സ് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? ഇൻഡക്ഷൻ ഓഫ് അനസ്തീഷ്യയിലാണ്. നമ്മൾ തയോപെൻറ്റോൺ സോഡിയം ഇൻഡ്യൂസർ ആണ് ബാർബിറ്റുറേറ്റ്സ്. പക്ഷേ ഇത് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ആങ്സിയോളിറ്റിക് സെഡേറ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കുക, പ്രീ അനസ്തെറ്റിക് നമുക്ക് പറയാം. ദെൻ ബെൻസോഡൈസിപ്പിൻസ് ഇപ്പോൾ പ്രത്യേകിച്ച് മിഡാസോളാം എന്ന് പറയുന്ന മരുന്ന് ഇൻട്രാതീക്കലി നമ്മൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിലീഫിന് നമുക്ക് കൊടുക്കാം, അതിനുവേണ്ടി കൊടുക്കാം. ബാർബിറ്റുറേറ്റ്സ് ഒന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിലീഫിന് കൊടുക്കാറില്ല. ഇതൻ മിഡാസോളാം തന്നെയാണ്. മിഡാസോളാം എന്ന് എഴുതാം. മിഡാസോളാം വേറൊരു യൂസ് എന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക്, ഉദാഹരണത്തിന് എൻഡോസ്കോപ്പി അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് ഡയഗ്നോസിസിന് വേണ്ടി ആ മൈനർ ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ബെൻസോഡൈസിപ്പിന് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കാര്യമായിട്ടുള്ള ആക്ഷൻ ഇല്ല. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിൽ ഡിപ്രസന്റ് ആക്ഷൻ ഒന്നും ഇല്ല. സോ BP അല്ലെങ്കിൽ റെസ്പിറേഷൻ അങ്ങനെയുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ബാർബിറ്റുറേറ്റ്സ് നമുക്കറിയാം ക്യാൻ ബി റെസ്പിറേറ്ററി ഡിപ്രസന്റ് മരുന്നാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ BP കുറയാനായിട്ടുള്ള ഇടയുണ്ടാക്കും. സോ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുത്താൽ അങ്ങനെയൊക്കെ പ്രശ്നം ബാർബിറ്റുറേറ്റ്സിനുണ്ട്. ഇതിനതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട് പറഞ്ഞാൽ ADR പറഞ്ഞു കഴിഞ്ഞാൽ ഇത് CNS ഡിപ്രസന്റ് ആണ് മരുന്ന്. അപ്പോൾ ഉറക്കം, ക്ഷീണം, മയക്കം അതൊക്കെ ഉണ്ടാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ജോലികൾ, ഉദാഹരണം ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഹെവി മെഷീനറി ഓപ്പറേഷനോ അത്രയും ശ്രദ്ധ വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ CNS ഡിപ്രസന്റ് ആണ് മരുന്ന്. ദെൻ മരുന്നിന് ഷോർട്ട് ടേം അംനേഷ്യ ഉണ്ടാക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ റിട്രോഗ്രേഡ് ഓർ ആന്റിഗ്രേഡ് രണ്ട് രീതിയിലുള്ള അംനേഷ്യ ഉണ്ടാക്കും. സോ മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ച കാര്യം മറന്നുപോകും. റിപ്പീറ്റഡ് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ ഉണ്ടാക്കാം. അതിന് നമ്മൾ ഡ്രഗ് ഓട്ടോമാറ്റിസം എന്നാണ് വിളിക്കുക. ഡ്രഗ് ഓട്ടോമാറ്റിസം ഉണ്ടാക്കാം. ഇത് ബാർബിറ്റുറേറ്റ്സും ഉണ്ടാക്കും. ബാർബിറ്റുറേറ്റ്സിന് ഇത് കൂടുതലാണ്. ബാർബിറ്റുറേറ്റ്സിന് ഓട്ടോമാറ്റിസം കൂടുതലാണ്, ഇതിന് അത്രയുമില്ല. ദെൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ്
എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു റീബൗണ്ട് സ്ലീപ്പ് അതും ഉണ്ടാക്കും ഈ മരുന്ന്. പക്ഷെ അതും ബാർബിച്ചുറേറ്റ്സിനാണ് കൂടുതൽ എന്ന് നമുക്ക് പറയാം. ദെൻ ഫ്ലൂനൈട്രാസിപ്പാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. റോഹിപ്നോൾ എന്ന പേരിൽ മരിക്കുന്ന മരുന്ന് നമുക്ക് ടേസ്റ്റ്ലെസ്സും കളർലെസ്സും ആണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇത് ഡ്രിങ്ക്സിനകത്തൊക്കെ പലപ്പോഴും പാർട്ടികളിലൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. സോ അപ്പോൾ അതിനെ നമ്മൾ ഡേറ്റ് ഡ്രഗ് അല്ലെങ്കിൽ ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആയിട്ട് പറയാറുണ്ട്. സോ ബെൻസോഡാസിപ്പിൻസ് ഇങ്ങനെ ആൾക്കാരെ ഉറക്കാനൊക്കെ ആയിട്ടൊക്കെ ദുരുപയോഗിക്കാം. പക്ഷേ ബാർബിച്ചുറേറ്റ്സ് നമുക്കറിയാം, ബാർബിച്ചുറേറ്റ്സ് ഡിപ്പെൻഡൻസ് കൂടുതലാണ്, ഫിസിക്കൽ അങ്ങനെയൊക്കെയുള്ള ഡിപ്പെൻഡൻസ് കൂടുതലാണ് ഉണ്ടാക്കുക. ബെൻസോഡാസിപ്പിൻസ് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണകാരണമാകുന്നില്ല. പക്ഷേ ബാർബിച്ചുറേറ്റ്സ് ആണെങ്കിൽ മരണകാരണമാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി മരുന്ന് കഴിച്ചത് കുറച്ച് അമിതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സ്ലേർഡ് സ്പീച്ച് സാധാരണ ഉണ്ടാകുന്ന തന്നെയാണ്. ടോസിസ് ഉണ്ടാക്കാം, ദെൻ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം, കോമ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അമിതമായി കഴിഞ്ഞാൽ. ആൻഡ് കുട്ടികളിലാണെങ്കിൽ ഫ്ലോപ്പി ഇൻഫന്റ് സിൻഡ്രോം എന്നാണ് നമ്മൾ അതിന് പറയാം. അമിതമായി കഴിച്ചാൽ ഉപയോഗിക്കാം. നമുക്കൊരു മരുന്നുണ്ട്, അതിന്റെ പേരാണ് ആന്റിഡോട്ടാണ്. ഫ്ലൂമാസെനിൽ എന്ന് പറയുന്ന മരുന്നാണ് ആന്റിഡോട്ട് ഫോർ ബെൻസോഡാസിപ്പിൻ ഈസ് ഫ്ലൂമാസെനിൽ 1 milligram IV ആയിട്ടാണ് കൊടുക്കുക. ബാർബിച്ചുറേറ്റ്സ് കഴിച്ചാൽ ആന്റിഡോട്ട് ഇല്ല. ഇനി അഡിക്ഷൻ ബിഹേവിയർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അടിമത്തം ഉണ്ടാക്കാം. പക്ഷേ കൂടുതൽ അതും അടിമത്തം ഉണ്ടാക്കുന്ന ചാൻസ് ബാർബിച്ചുറേറ്റ്സിനാണ് കൂടുതൽ. മിഡാസോളാം എന്ന് പറയുന്ന മരുന്ന് വേഗത്തിലാക്കിയാണ്, അതിന് കുറച്ച് അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. ആൻഡ് ദിസ് ഓൾസോ ക്യാൻ പ്രൊഡ്യൂസ് സഡൻ റെസ്പിറേറ്ററി ഡിപ്രഷൻ. മിഡാസോളാമിനുള്ള ഒരു പ്രശ്നമാണ് സഡൻ റെസ്പിറേറ്ററി ഡിപ്രഷൻ. ദെൻ സ്പെഷ്യൽ അഡ്വേഴ്സ് എഫക്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ട്രയാസോളാം എന്ന് പറയുന്ന മരുന്നിന് സൈക്കാട്രിക് പ്രശ്നങ്ങൾ കുറച്ചുണ്ടാക്കാം, സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഫ്ലൂറാസിപ്പാമിന് നൈറ്റ് മെയേഴ്സ്, ഉറക്കത്തിൽ ഭീകര സ്വപ്നങ്ങൾ കാണുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉണ്ട് മരുന്നിന് അല്ലേ. ഇതാണ് നമുക്ക് ഏകദേശം മനസ്സിലായത്. വൈഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, ടോക്സിറ്റി വളരെയധികം കുറവാണ്. ആൻഡ് നോർമൽ സ്ലീപ്പ് പാറ്റേൺ മാറ്റുന്നില്ല, നോർമൽ സ്ലീപ്പ് പാറ്റേൺ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. മിനിമൽ ഹാങ് ഓവർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ലെസ് റീബൗണ്ട് സ്ലീപ്പ്, രാവിലെ വീണ്ടും ഇരുന്ന് ഉറങ്ങുന്ന പ്രശ്നങ്ങൾ അത്രയധികമില്ല. മിനിമമാണ് എന്ത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടെങ്കിലും മിനിമമാണ്. മിനിമം ടോളറൻസ് ഓർ ഡിപ്പെൻഡൻസ് അതും കുറവാണ്. എൻസൈം ഇൻഡക്ഷൻ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ല, അതും മിനിമം അല്ലെങ്കിൽ ഇല്ല. ദെൻ CVS എഫക്ട് ഉണ്ടോ ഇല്ല, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഇല്ല എന്നും പറഞ്ഞു. ഇങ്ങനെ ഇത്രയും പല അഡ്വാൻറ്റേജസ് ഉള്ള ഒരു മരുന്നാണ് ബെൻസോഡായസെപിൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബെൻസോഡായസെപിൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.